പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു 14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചെറിയ മക്കളുടെ വിയോഗമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്, അല്ലേ? ഒന്നാമത് ഞാനും നിങ്ങളുമൊക്കെ ഒരു മാതാപിതാക്കളായതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ്. 14 വയസ്സുള്ള മുഹമ്മദ് ഇർഫാനാണ് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരുപാട് മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോകുന്നത്, അല്ലേ? ഇവിടെ അടുത്തായിട്ട് നമ്മൾ എത്ര മരണങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്തത്. നമ്മളെന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈ മകന് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമുക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. നമ്മൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് ആലിമീങ്ങളും പണ്ഡിതന്മാരുമാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും, ഇൻഷാ അല്ലാഹ്. കോഴിക്കോട് റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുന്നതിനിടെ ട്രെയിൻ തട്ടിയാണ് ഈ 14 വയസ്സുകാരൻ മരണപ്പെടുന്നത്. കോഴിക്കോട് ചാലിയപ്പാടം കൈതവളപ്പിൽ ഹുസ്സൻ കോയയുടെ മകൻ മുഹമ്മദ് ഇർഫാൻ മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ കണ്ണൂർ റെയിലിന് സമീപം വടക്കോടിത്തറ ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ആ മകന് കുറച്ച് കേൾവി കുറവാണത്രേ. അതുകൊണ്ട് ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കാനും പറ്റിയില്ല. സുബ്ഹാനല്ലാഹ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഇർഫാൻ എന്ന പൊന്നുമോൻ. കേൾവിക്കുറവ് കാരണം ട്രെയിനിൻ്റെ ശബ്ദം കേട്ടതുമില്ല. രാവിലെ 8:18 ഗുഡ്സ് ട്രെയിൻ ഇടിച്ചാണ് അപകടമുണ്ടായത്. ട്രെയിൻ വരുന്ന ശബ്ദം ഇർഫാന് കേൾക്കാൻ സാധിക്കാത്തതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് കരുതുന്നു. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. നമുക്ക് ഒന്നിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഇതുപോലുള്ള പിടുങ്ങനെയുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. പടച്ച റബ്ബേ, 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ. ആ മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിലായി റബ്ബേ. ഒരു മാതാപിതാക്കൾക്കും ഇതുപോലൊരു അവസ്ഥ വരുത്തല്ലേ റബ്ബേ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല റബ്ബേ. മക്കൾ മരിച്ചാൽ കൂടെ ഖബറിൽ കിടക്കണമെന്ന് കരയുന്ന മാതാപിതാക്കളാണ് റബ്ബേ.
നമ്മുടെ മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ റബ്ബേ. അവർക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റാത്തതാണ് റബ്ബേ. അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ റബ്ബേ. ഇതുപോലുള്ള അബദ്ധത്തിലുണ്ടാകുന്ന മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയെല്ലാം കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബേ. ആരോഗ്യം കൊടുക്കണേ റബ്ബേ. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളൊക്കെ സ്വാലിങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. കുറച്ച് റബ്ബേ, ഇതുപോലെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ. മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആഖിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണ റബ്ബേ. ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെല്ലാം കാക്കണ റബ്ബേ. ഒരുപാട് കുഞ്ഞുങ്ങൾ അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നുണ്ട് റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. എല്ലാവരും അവരവരുടെ മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്താൽ പടച്ചവൻ്റെ സംരക്ഷണത്തിലായിരിക്കും നമ്മുടെ മക്കൾ. ചെറിയ മക്കളാണ്, പല അപകടത്തിലും അബദ്ധത്തിലും പെടാം. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഈ മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.